ധർമ്മം ആചരിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും എന്നാണ് പ്രമാണം. പക്ഷേ ധർമ്മപാന്താവിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് താനും. കല്ലും മുള്ളും നിറഞ്ഞതാണ് ആ പാത. ഓരോ നിമിഷവും അധർമ്മത്തിന്റെ സുഗമമെന്ന് തോന്നിപ്പിക്കുന്ന പാതകൾ നമ്മളെ മാടി മാടി വിളിക്കുകയും ചെയ്യും. മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടാൽ പ്രലോഭനങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അവസാനമില്ലാത്ത താഴ്വരയിലേക്കുള്ള യാത്രയാകും സംഭവിക്കുക. വീണ്ടും ധർമ്മത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരിക അസാധ്യവുമാകും. ഏത് പ്രതിസന്ധിയിൽപ്പെട്ടാലും എന്തെല്ലാം വെല്ലുവിളികൾ നേരിട്ടാലും ധർമ്മത്തെ കൈവിടുകയില്ലെന്ന് കഠിനനിഷ്ഠ പുലർത്തിയ ജീവിതങ്ങൾ നമുക്ക് പുരാണത്തിൽ ധാരാളമുണ്ട്. ശ്രീരാമന്റെയും ധർമ്മപുത്രരുടെയും എല്ലാ കഥകൾ പ്രസക്തമാണ്. സ്വന്തം രാജ്യവും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഇരുവർക്കും കാട്ടിൽ പോകേണ്ടി വന്നു. പക്ഷെ ഏതൊരു ധർമ്മമാണോ അവർ ഉയർത്തിപ്പിടിച്ചത്, ആ ധർമ്മം അവരെ സംരക്ഷിക്കുകയും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. ഒരിക്കൽ പാണ്ഡവർ ഒളിവിൽ പറക്കുന്ന കാലത്ത് ദ്രൗപദി ധർമ്മപുത്രരോട് ഒരു ചോദ്യം ചോദിച്ചു. സത്യത്തെ ഒരിക്കലും കൈവിടാത്ത അങ്ങേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കാട്ടിൽ വന്ന് ഒളിച്ചു താമസിക്കേണ്ടി വന്നു? ദ്രൗപദിയുടെ ചോദ്യം കേട്ട ധർമ്മപുത്രർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദ്രൗപദി, ഭഗവതിയുടെ ചോദ്യം ഈ ലോകത്ത് സത്യത്തെ മുറുകെ പിടിക്കുന്നവർ ഏതെങ്കിലും ജീവിത സന്ദർഭങ്ങളെ നേരിടേണ്ടി വരും. സത്യമായ കാര്യമല്ലേ അത്? ഒന്നുകിൽ ആരെങ്കിലും അവരോട് ചോദിക്കും, അല്ലെങ്കിൽ അവർ സ്വയം ചോദിക്കും. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖത്തിൽ ഞാൻ സത്യത്തെ മുറുകെ പിടിച്ചു, ഇതാ ഈ ദുഃഖത്തിലും ഞാൻ അതേ സത്യത്തെ മുറുകെ പിടിക്കുന്നു. ദുഃഖത്തിൽ സത്യത്തെ വലിച്ചെറിയാൻ ശക്തമായ ആന്തരിക പ്രേരണ ഉണ്ടാകും. അത് നേരിട്ട് അതിനെ വിജയിക്കുമ്പോഴാണ് മനുഷ്യജീവിതം അർത്ഥസമ്പുഷ്ടമാകുന്നത്. ധർമ്മത്തെ കൈവിടിയാത്ത ആരെയും ധർമ്മവും കൈവിടിയയില്ല. നാളെ എനിക്ക് രാജ്യം തിരിച്ചു കിട്ടിയാലും അഥവാ കിട്ടാതെ വന്നാലും എനിക്ക് ദൃഢമായി ആശ്ലേഷിക്കാൻ ഈ സത്യം മാത്രമാണ് അവശേഷിക്കുന്നത്. അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഈ അവസ്ഥയിലും എന്റെ മനസ്സിൽ ശാന്തി അവശേഷിച്ചിട്ടുള്ളതിന്റെ കാരണവും മറ്റൊന്നല്ല. ധർമ്മപുത്രരുടെ വാക്കുകൾ ദ്രൗപദിയെ സന്തോഷിപ്പിച്ചു. ധർമ്മത്തെ ആചരിക്കുന്നതിന് ബാഹ്യമായ മാർഗങ്ങൾ പോരാ. പുറമെ ഒരാൾ ഭക്തനാണെന്ന് പ്രതി സൃഷ്ടിച്ചാലും അയാൾ സത്യത്തെ മുറുകെ പിടിച്ചിട്ടുണ്ടോ എന്നത് മറ്റുള്ളവർക്ക് ബോധ്യം വരുന്നത് പ്രതിസന്ധികളിൽ അയാൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലൂടെയാണ്. ചിലർ ദുഃഖത്തിൽ ഭഗവാനെ ആർദ്രമായി വിളിക്കും. ദുഃഖം മാറുമ്പോൾ ഭഗവാനെ മറക്കുകയും ചെയ്യും. സത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെ. ചിലർ സുഖങ്ങളിൽ ഭഗവാനെ വിളിക്കും. ഒരു ദുഃഖം വന്നാലോ ഭഗവാനെ വലിച്ചെറിയുകയും ചെയ്യും. അതും ശരിയല്ലേ? ഇതല്ല ശരിയായ രീതി. സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ആർദ്രത കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മെല്ലെയാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. സത്യം.